പട്ടി അടിച്ചത് ഭേദായോ സാറേ? ഇരുന്ന് പോവാറായില്ല മോളെ. എന്താ പിന്നതായാലും അച്ഛൻ തന്നു വിട്ടതാ. ഏതച്ഛൻ? നായർ വൈദ്യര്. പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിട്ടുണ്ടോന്ന് കരുതി പിന്നതായാലും. നിന്റെ അച്ഛനോടെ കൊടുക്ക്, വേണേ കുറച്ച് കുടിച്ചോളാൻ പറ. മേലാൽ ഈ ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചകളെ ഞാൻ പട്ടാഭിരാമനല്ല, വട്ടാഭിരാമനം. ഇവിടെ പാടി എന്താ ഇവിടെ? കുറച്ചു ദിവസമായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണു. ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില്? നോക്കട്ടെ, കാണിക്കേ. എന്താ ഇത്? പിണ്ണതൈലം. പിണ്ണതൈലോ? ആർക്ക്? എനിക്കാ? ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്ന കരുതി. നല്ലതാ, തേച്ച് കുളിച്ചാ മതി. പോവല്ലേ, ഇത് പുരട്ട ഒരു കൈ കൂടെ വേണ്ടേ? എന്താ പിണ്ണതൈലം? ഇത് പുരട്ടിയാ ഫുൾ പെയിൻ പോവും ബോഡിയിലെ. പിന്നെ പോവും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാമുകി കാമുകന് പിണ്ണതൈലം പ്രണയോപഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ? ഞാൻ സഹിച്ചു. അയ്യോ, നിങ്ങളുടെ ഔദാര്യം പറ്റാൻ മണ്ണൊന്നും അല്ല ഞാൻ. കിട്ടാനുള്ളതും കൊണ്ട ഈ വിശ്വം പോവും. ആണുങ്ങളില്ലാത്ത നേരത്തെ വീട്ടിൽ വന്ന് ബഹളം വെച്ചാലേ ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലാന്ന് കരുതരുത് വിശ്വ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ഞാൻ വന്നതേ അതിന്റെ കണക്കെടുപ്പിനല്ല, എന്റെ കുടുംബത്തിലേക്ക് കിട്ടാനുള്ള വാങ്ങിക്കാനാ. നിങ്ങൾ അവളെ വിളിക്കേ, ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം. പറയാനുള്ളതെല്ലാം നീ പറഞ്ഞല്ലോ, ഞാൻ കേൾക്കുകയും ചെയ്തു. കുഴപ്പത്തിൽ നിൽക്കാതെ പോ വിശ്വ. ഓ പിന്നെ ഇത്രയും ദൂരം ഞാൻ വന്നത് വെറുതെ അങ്ങ് പോകാനെന്ന് കരുതിയോ? നിങ്ങൾ അവളെ വിളിക്കേ. എന്താ പ്രശ്നം? താനാരാ? ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട. ഓക്കേ, ഐ ആം സോറി. പെണ്ണുപിള്ളേ, എന്റെ സ്വന്തം അനിയനാ നന്ദു. അവന് പറ്റിയ ഒരേ ഒരു അബദ്ധമാണ് ഇവിടെ ഒന്ന് സംബന്ധം കൂടിയത്. മിലിറ്ററി ഓഫീസർ റാങ്കുള്ള ഒരുത്തന് വന്ന് കയറാൻ പറ്റിയൊരു വീട്. അവനെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്തിട്ട് വേണ്ടെന്ന് അവനോട് 100 വട്ടം പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? താലി കെട്ടേണ്ട അന്ന് പന്തലിന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ വെടികൊണ്ട് ചത്തുന്നൊരു ടെലഗ്രാമാ വന്നത്. താലി മാഹാത്മ്യം. ഒരു രാത്രി കൂടി അവൻ്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ അവന്റെ ചാവ് വിലയായി കിട്ടാൻ പോകുന്ന കാശ് വാങ്ങി സൂഹിക്കാൻ പോവാ. രൂപ 1 2 അല്ല, 30 ലക്ഷമാ. 30 ലക്ഷം തീറ്റിക്കാൻ ഞാൻ. വിശ്വ നിന്നോടാ പറഞ്ഞത്, നീ പോയി കുമാരേട്ടനുള്ള പോവാ. കുമാരേട്ടൻ സംസാരിക്കാൻ പറ്റിയ പാർട്ടി. എനിക്ക് അവളോട് സംസാരിക്കേണ്ടത്. വിളിക്കവിടെ, ഇല്ലെങ്കിൽ ഞാൻ വലിക്ക് പുറത്തേക്കിടും. മിസ്റ്റർ, നാണമല്ലേ തനിക്ക്? നഷ്ടപ്പെട്ടു പോയ ഒരു ജീവന്റെ പേരിൽ ഇങ്ങനെ വിലപേശാൻ? ഇവനാണ് അവളുടെ പുതിയ സംബന്ധക്കാരൻ, അതോ നിന്റെ രഹസ്യക്കാരനോ? നാടിനു വേണ്ടി ജീവൻ കൊടുത്തൊരു പട്ടാളക്കാരന്റെ ശവത്തിന് വില പറയുന്ന പരമനാറി നീ. എന്തറിയാം നിനക്കൊരു പട്ടാളക്കാരനെ കുറിച്ച്? നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ മറന്ന് ജീവൻ പണയം വെച്ച് കാവലിരിക്കുന്നവനാ ഓരോ പട്ടാളക്കാരനും. അവസാനം വെടികൊണ്ട് ചാവുമ്പോ ആഘോഷമായിട്ട് ശവസംസ്കാരം നടത്തി വീരമൃത്യുവിന്റെ കടം വിട്ടും സർക്കാർ. ആ ചൂടാറുന്നതിന് മുമ്പ് തുടങ്ങും ബന്ധുക്കള് അവന്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടി കടിപിടി കൂടെ. ഇവിടെ ചിലരൊക്കെ സഹായക്കാരായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അത് നമ്മളാണല്ലേ. ഇപ്പഴാ മനസ്സിലായത്. ധൈര്യമായിട്ട് മുട്ടിക്കോ, അവൻ തൊട്ടിട്ടില്ല, ഫ്രഷാ.
നോക്കിക്കണ്ടെടുത്തോണ്ട് പോടോ. വിടോ. ഇവന് കിട്ടിയത് പോരാ. ചത്തുപോയ ഭർത്താവിന്റെ ചേട്ടനെ തല്ലിക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ട് മാറിയെന്ന് രസിക്കുക അവള്. ഒരേട്ടൻ ഒരമ്മയുടെ മക്കളൊന്നല്ലല്ലോ. ജീവിച്ചിരുന്നപ്പോ നന്ദുവിനെ അമ്മയും നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നന്ദു മരിച്ചപ്പോഴോ അടക്കം ചെയ്തപ്പോഴോ വരാത്തൊരേട്ടൻ ഇപ്പൊ കിട്ടാൻ പോകുന്ന പണത്തെ പറ്റി അറിഞ്ഞപ്പോ അവകാശം പറഞ്ഞു വന്നിരിക്കുന്നു. താലി കെട്ടിയെന്നൊരു ബന്ധം ഞാനും നന്ദും തമ്മിലുള്ളൂ. ശരിയാണ്, ആ അവകാശം പറഞ്ഞ് ഞാൻ തൃക്കങ്ങോട്ടേക്ക് വന്നിട്ടില്ലല്ലോ. പിന്നെ നന്ദുവിന്റെ മരണത്തിന്റെ പേര് കിട്ടുന്ന പണം, അതിനൊരു ചില്ലി കാശ് പോലെ എനിക്ക് വേണ്ട. അത് അർഹിക്കുന്നവർക്ക് തന്നെ കിട്ടും. നന്ദുവിന്റെ അമ്മയ്ക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയ്ക്കും ദൂർത്തടിക്കാൻ അത് കിട്ടുമെന്ന് കരുതണ്ട. മേലിൽ ഈ ബന്ധത്തിന്റെ പണത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരും വേണ്ട. Hey, take him. Come on, come on. Give it to headquarters. Okay? Good. It's true, sir. വിജയകരമായ ഒരു അറ്റാക്കിന് ശേഷം ഞങ്ങളിപ്പോൾ അടുത്ത മൂന്നുള്ള ഓർഡറും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പല്ലും നഖങ്ങളും മറച്ചു വെച്ചിരിക്കുന്ന ഒരു യക്ഷിയെപ്പോലെ സുന്ദരമാണ് ഈ സ്ഥലം. പ്രിയപ്പെട്ട വിമല, അടുക്കും മുമ്പേ നിന്നെ വിട്ട് പോരേണ്ടി വന്നെങ്കിലും മനസ്സ് നിന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെയുണ്ട്. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥനയിലായിരിക്കുമെന്നറിയാം. നമ്മുടേത് മാത്രമായ നിമിഷങ്ങൾക്കായി കൊതിയോടെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ മാത്രം നന്ദു. നിന്റെ ചരക്കിന്റെ ഫോട്ടോ ഞാനൊന്ന് കാണട്ടടാ. അങ്ങനെ ഇപ്പൊ കാണണ്ട. സാറില്ലടാ, നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഭാര്യയുടെ പ്രസവം അറിഞ്ഞിട്ടാണ് ഞാൻ ലീവിന് പോയത്. മാസം തികയാതെ അവൾ പ്രസവിച്ച് കുട്ടിയൊന്നും എടുക്കാൻ പോലും പറ്റാതെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്നത് കണ്ടോണ്ടാ ഞാൻ പോകുന്നു. ഇതൊക്കെ നമ്മൾ പട്ടാളക്കാർക്ക് പറഞ്ഞിട്ടില്ലടാ. താലി കെട്ടിയതേ ഉള്ളൂ പീറ്റേട്ടാ. പന്തലിൽ നിന്ന് ഇറങ്ങി പോന്നതാ. അവളെ ശരിക്കൊന്ന് കണ്ടത് കൂടിയില്ല. नंदू सच आराम का समय खत्म, अगला जगह के लिए Yes, sir.